അപ്പോൾ അവരെ വിടാട്ടോ. അതാ പുറത്തേക്ക് ഇറങ്ങുകയാണേ. അപ്പോൾ 2 മുട്ടയുള്ളൂ കേട്ടോ. അപ്പോൾ ഒന്ന് സൈസായിട്ടോ. മുട്ടയിടാനൊക്കെ ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട്. ഇട്ട് നമ്മളെന്ത് ചെയ്തു, നേരെ അവരെ കൂട്ടത്തിലേക്ക് ഇട്ടു കേട്ടോ. എന്ത് കൊണ്ടുവന്ന പൂവനാണ്. ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. സമയം ഇപ്പോൾ ഏകദേശം 7:30. അപ്പോൾ കോഴിക്കളെ വിട്ടിട്ടില്ല, താറാവുകളൊന്നും വിട്ടിട്ടില്ല. നമുക്ക് ആദ്യം പോലെ പോയി വിടാം കേട്ടോ. അപ്പോൾ രാവിലെയാണ്, അപ്പോൾ നല്ല തണുപ്പുണ്ട്. വാ പോയൊക്കെ വാ. അപ്പോൾ താറാമുട്ട ഉണ്ട് കേട്ടോ, നമുക്ക് എടുക്കാം. കൂട് അത്യാവശ്യം വലിയ കൂടായതുകൊണ്ടല്ല, കൂടിൻ്റെ സെറ്റപ്പ് വേറെ രീതിയിലായതുകൊണ്ട് നമുക്ക് അകത്ത് എടുക്കാനൊന്നും പറ്റൂല. അപ്പം 2 മുട്ടയുള്ളൂ കേട്ടോ. അപ്പം ഒന്ന് സാധാരണ 3 എണ്ണം ഉണ്ടാവലുണ്ട്. ഇന്നലെ 3 എണ്ണം കിട്ടിയായിരുന്നു. ഇന്നിപ്പോൾ 2 എണ്ണേ ഉള്ളൂ. ഫുഡിൽ മാറ്റം ഉണ്ടാകുമ്പോൾ എണ്ണം കുറയും കേട്ടോ. ഒന്ന് നല്ല സൈസ് ഉണ്ട്, ഒന്ന് ചെറുതാണ്. പിന്നെ വേറെ കാര്യം കൂടെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ അങ്ങാടി കോഴികളുണ്ടല്ലോ, അതായത് സ്പ്രിങ്ങാണോ ലഗൂണാണോ കറക്റ്റിക്ക് അറിയില്ല കേട്ടോ പറയാൻ. ആ കുട്ടികൾ നമ്മൾ ഈ ഒരു കുട്ടിക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ പുതിയ കൂടാണ്, പക്ഷെ ഇതിൻ്റെ ഇൻഡസ്ട്രി വർക്ക് ചെയ്യാൻ പണിക്കാരനെ കിട്ടിയിട്ടില്ല കേട്ടോ. കുറേ ദിവസമായി വെയിറ്റ് ചെയ്യുന്നു. ചെയ്തിട്ട് വേണം കുറേ ആൾക്കാർ ഇതിലേക്ക് കയറ്റാൻ. അതിൻ്റെ സ്ലാബ് ആട്ടത് വാട്ടറിലേക്ക് ഒരുപാട് ദിവസമായി, മൂപ്പര് വന്നിട്ടില്ല. പുറത്തേക്ക് ഇറങ്ങുകയാണേ. ഇവർക്കൊക്കെ മെയിൻ ഫുഡ് എന്താ വെച്ചാൽ നെല്ലാട്ടോ. ഇപ്പോൾ താറാവക്കായാലും കോഴിയൊക്കായാലൊക്കെ നെല്ല് ഇഷ്ടമാണ്. അപ്പോൾ അന്ന് കൊണ്ടുവന്ന പഞ്ചായത്ത് കോഴികൾ ഇതാക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ കേട്ടോ അവരെ നമ്മൾ മിക്സാക്കി കേട്ടോ. അതായത് നമ്മുടെ നാടൻ കുട്ടികളായിട്ട് ഒരാഴ്ച നോക്കിയിട്ടോ, എന്തെങ്കിലും കുഴപ്പമുണ്ടോയെന്നൊക്കെ നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, നേരെ അവരെ കൂട്ടത്തിലേക്ക് ഇട്ടു കേട്ടോ. ഇപ്പോൾ ഈ കാണുന്ന വലിയ കുട്ടികളൊക്കെ ഫസ്റ്റ് ബാച്ചിൽ നമ്മൾ മുട്ട വിരിയിച്ച് ഉണ്ടാക്കിയതാണ് ഇതൊക്കെ കേട്ടോ. ഇത് കണ്ടോ, ഇതൊക്കെ ആദ്യത്തെ ബാച്ചാണ്. പിന്നെ ഈ ഒരു 10 കുട്ടികളാണ് നമ്മൾ കഴിഞ്ഞ 2 ആഴ്ച മുന്നേ വീഡിയോ ചെയ്തല്ലോ, ആ വീഡിയോയിലുള്ളത്. അരി കൊടുക്കും, അതേപോലെ തന്നെ ഒരു പെല്ലറ്റ് ഉണ്ട്. നമ്മൾ പോത്തിനോട് തന്നെ പെല്ലറ്റാണ് കൊടുക്കുക കേട്ടോ. അത് ഇവർക്കായിട്ട് അങ്ങനെ കോഴിത്തീറ്റ കുറേശ്ശെ കൊടുക്കും കേട്ടോ.
നമ്മൾ ടർക്കി കോഴികളെ ഇതേ 3 ടർക്കി കോഴികളുണ്ട്. ഇപ്പൊ നമുക്ക് മനസ്സിലാക്കിയെടുത്തോളം 3 എണ്ണം ആണുങ്ങളാട്ടോ. ഇവർ പെട്ടെന്നല്ല ഒരു സമയം വരെ വളരും കേട്ടോ. പിന്നെ ആ സമയത്തിന് ശേഷം പെട്ടെന്ന് വളരും. പിന്നെ ഫസ്റ്റ് ഒന്ന് നല്ല ഡിലേ ആയിരുന്നു. പിന്നെ എത്ര പെട്ടെന്ന് അറിയാം 3 ഇപ്പോൾ ഏകദേശം ഒരേ സൈസായി. കൊണ്ട സമയത്ത് ആ ഇതുണ്ടല്ലോ ഈ സാധനം ഇതേന്ന് വലുതേ, ഇവരൊക്കെ ചെറുതായിരുന്നു കേട്ടോ. എത്ര പെട്ടെന്നാണ് ഇവരൊക്കെ വലുതായത് അറിയോ. വളരെ പെട്ടെന്ന് നല്ല സൈസായി ഇവരൊക്കെ. അതായത് ഇതൊക്കെ വളരെ ചെറിയ കുട്ടിയായിരുന്നു. ഒരു രണ്ട് മാസമൊക്കെ ഇങ്ങനെ പതുക്കെ നിന്നിട്ട് 3ാമത്തെ മാസമായപ്പോഴത്തേക്കും നല്ല വളർച്ച തുടങ്ങും കേട്ടോ. അതേപോലെ തന്നെ ഗിനിക്കോഴി കേട്ടോ. ഗിനിക്കോഴികൾ രണ്ടും ആണാണ് കേട്ടോ. നമുക്ക് ഉള്ളതൊക്കെ പണി കിട്ടിയിട്ടുണ്ട്. ടർക്കിക്കോഴിയും പണി തന്നു, ഗിനിക്കോഴിയും പണി തന്നു കേട്ടോ. നമുക്ക് അറിയില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ഇതിനെപ്പറ്റി നമുക്ക് വലിയ ധാരണ ഒന്നും ഉണ്ടായില്ല. ഗിനിക്കോഴികളെ ടർക്കിക്കോഴികളെ പറ്റിയുള്ള വലിയ ഐഡിയ ഒന്നുമില്ല. നമുക്ക് ആഗ്രഹം കൊണ്ട് നമ്മൾ വാങ്ങിയതാണ്. നമ്മുടെ അവസാനം വിരിഞ്ഞ മുള്ളൻ കോഴി ഉണ്ടല്ലോ, മുള്ളൻ കോഴിനെ നമ്മൾ എന്ത് ചെയ്തു ഈ കൂട്ടിക്ക് മാറ്റിട്ടോ. അപ്പോൾ ഈ മുള്ളൻ കോഴിയിൽ ഇത് കണ്ടോ, ഇതാണ് അച്ഛൻ കേട്ടോ. 5 എന്താ പറയുക നമ്മുടെ കഴുകൻ കുട്ടികൾ കേട്ടോ. കഴുകൻ കുട്ടികളാണ് 5 കുട്ടികളുള്ളത്. നമ്മൾ കോഴിത്തീറ്റ കൊടുക്കൽ, കോഴിത്തീറ്റ കഴിഞ്ഞതാണ്. അപ്പോൾ മൊത്തം 10 കുട്ടികളിൽ 5 കുട്ടികൾ എന്താണ് കഴുകൻ കുട്ടികളാട്ടോ. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരാഴ്ച ആയിട്ടില്ല കേട്ടോ വിരിഞ്ഞിട്ട്. ആ പുറത്ത് വരെയുള്ള ഇത് കണ്ടോ. ഇപ്പോൾ അതിൽ 5 എണ്ണം കഴുകൻ കോഴിക്കുട്ടികളാണ്. കൊണ്ടുവന്നിട്ട് പെട്ടെന്ന് തന്നെ കിട്ട മുട്ടകളൊക്കെ കഴുകൻ കുട്ടികളാട്ടോ. നമ്മുടെ വീട്ടിൽ ഇത്രയും കാലം കഴുകന്മാരുണ്ടായില്ല, കഴുകൻ പൂവൻ കോഴിയൊന്നും ഉണ്ടായില്ല കേട്ടോ. നമ്മൾ അന്ന് ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് അവിടെ പോയി കൊണ്ടുവന്ന കേട്ടോ. അപ്പോൾ ഏതായാലും ഇപ്പോൾ ആരാണ് മാത്രമേ ഉള്ളൂ ഇവിടെ, ആൺപൂവൻ മാത്രമേ ഉള്ളൂ ഇവിടെ. അതുകൊണ്ട് മുട്ടകളൊക്കെ മിക്കവാറും കഴുകന്മാരാവും. കഴുകൻ കോഴി ഉണ്ടായില്ല കേട്ടോ. നമ്മൾ ആ കഴിഞ്ഞ പ്രാവശ്യം ആ സ്ഥലത്ത് പോയപ്പോൾ കൊണ്ടുവന്ന പൂവനാണ്. അപ്പോൾ ഇപ്രാവശ്യം ഏതായാലും പകുതിയിലേറെ മുട്ടകൾ അങ്ങനത്തെ മുട്ടകളാണ്. 10 എണ്ണം വിരിഞ്ഞതിൽ 5 എണ്ണം ഇത് കഴുകൻ കുട്ടികളാട്ടോ. അപ്പോൾ നമ്മൾ തൽക്കാലം കോഴീനെ എന്ത് ചെയ്തിട്ടുണ്ട്, നേരെ ഇതിക്ക് മാറ്റിയിട്ടോ. അപ്പോൾ വിരിഞ്ഞതിനെ മറ്റേ നമ്മൾ കോഴീനെ മാറ്റി കുട്ടികളെ മാത്രമാണ് ഇട്ടിരുന്നത്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് മാറ്റാന്ന് വെച്ചിട്ട്, ഒരു മാറി ചിന്തിക്കാന്ന് വെച്ചിട്ട് മാറ്റിയതാണ്. അപ്പോൾ പഞ്ചായത്ത് കോഴികളും വലിയ കുട്ടികളൊക്കെ ഇത് ഇവിടെ ഉണ്ട്. ഇപ്പോൾ വിരിഞ്ഞ കോഴി തള്ളക്കോഴിയൊക്കെ ഇത് ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മുടെ പഞ്ചായത്ത് കോഴികളല്ല, ലഗൂൺ കോഴികൾ വരെ വിട്ടു കേട്ടോ. വിട്ടിപ്പോൾ അവർ നടന്ന് തിന്നു തുടങ്ങി കേട്ടോ. അപ്പോൾ അവരിതാ ഇവിടെ ഉണ്ട്. നമ്മുടെ മണിത്താറാവും കൂടെ ഉണ്ട്. ഒരേ കളറായതുകൊണ്ട് അറിയില്ല കേട്ടോ കണ്ടാൽ. അതേപോലെ അന്ന് പൂവൻ കോഴിനെ നമ്മൾ വാങ്ങിക്കാൻ പോയ ദിവസം നമ്മൾ അവിടുന്ന് 2 കോഴികളെ വാങ്ങിച്ചല്ലോ. ക്രോസ് ബ്രീഡ് എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ അത് ചെറിയൊരു കുട്ടിയായിരുന്നു കേട്ടോ. ഇതിപ്പോൾ ഒരു പെടക്കോഴിയാണ് തോന്നുന്നുണ്ട്. അത്യാവശ്യം സൈസായി കേട്ടോ. മുട്ടയിടാനൊക്കെ ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ ബാക്കിൽ ഇത് രണ്ടും നമ്മൾ ബ്രഹ്മക്കോഴികളെ വാങ്ങാൻ വാങ്ങിയ സാധനങ്ങളാണ്. പക്ഷെ സംഭവം അതൊന്നുമല്ല. എന്നാലും കുഴപ്പമില്ല കേട്ടോ. എത്ര 200 രൂപയോ 220 രൂപയ്ക്കൊക്കെ വാങ്ങിയതാണ്. ഈ ഒരു ഐറ്റം നമ്മുടെ വീട്ടിലുണ്ടായില്ല കേട്ടോ, ഇങ്ങനെ കഴുത്തിൽ തൂവില്ലാത്ത കോഴികൾ. അപ്പോൾ ഇപ്പോൾ ഏതായാലും അവർ വന്ന് ഇപ്പോൾ ഇവിടെ തീറ്റയൊക്കെ എടുക്കൽ തുടങ്ങി കേട്ടോ. ഈ 2 എണ്ണം വന്ന് കൊണ്ടുവന്നതാണ്. ഇതിൻ്റെ കൂടെയാണ് നമ്മൾ നമ്മുടെ കഴുകൻ ചെങ്ങനെ കൊണ്ടുവന്നു കേട്ടോ. ആളെ കാണിച്ചിട്ട് ആളാണ് ഇപ്പോൾ ഇവിടുത്തെ രാജാവ്. ഇപ്പം എല്ലാം ഇവിടെ അവൻ മാത്രമേ ഉള്ളൂ ചെങ്ങനായിട്ട്. കൂടെ ഉണ്ടായിരുന്നിട്ട് നമ്മൾ അന്ന് കറി വെച്ചില്ലേ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകളെ. അവനാണ് ഇപ്പോൾ രാജാവ് കേട്ടോ. അവിടെ കണ്ട ഒരാളിങ്ങനെ നിന്ന് ആകെ അലമ്പാക്കണ്. അപ്പോൾ രാവിലെ തന്നെ ലീവൻ അവിടെ കൊണ്ടുപോയി കെട്ടിയതാണ്, അല്ലെങ്കിൽ അവൻ വീഡിയോ എടുക്കാൻ അയക്കൂല കേട്ടോ. അപ്പോൾ ചെങ്ങൻ കോഴിയും നല്ല കൂവല്ല കേട്ടോ. കാരണം ഓനെ ഇവിടെ എതിരാളികളില്ല, ഒറ്റയ്ക്കേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ പറമ്പ് മൊത്തം വല കെട്ടിയോണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോകാനൊന്നുമില്ല, ആരും വരാനുമില്ല.
അപ്പോൾ നമ്മളെ പഴിക്കുട്ടിയും പോത്തൂട്ടിനൊക്കെ ഇവിടെ നല്ല റെസ്റ്റിലാട്ടോ. നമ്മളെ താറാകുളത്തിലേക്ക് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ കുളിച്ചു തുടങ്ങുന്നുണ്ട് കേട്ടോ. ഓരോന്നും പതുക്കെ പതുക്കെ വന്നിട്ടാണ് കുളിക്കാറ്. ഈ വാർത്തലാട്ടോ അവസാനം കുളിക്കാം. ഇപ്പോൾ ഒരു വൃത്തി ഉണ്ടാവില്ല. വൈകുന്നേരം ആകുമ്പോഴത്തേക്കൊക്കെ നല്ല സുന്ദരികളാവട്ടോ അവർ. അപ്പോൾ പൈക്കൾക്കും പശുവിനും പോത്തൂട്ടനും നമ്മൾ പുല്ലൊക്കെ അരിഞ്ഞ് കൊണ്ടുപോകും കേട്ടോ. വൈകുന്നേരം തന്നെ കുറച്ച് ഇതാ പുഴയത്തെ പുല്ലാട്ടോ. ഇത് ഒരുപാടുണ്ട് കിട്ടാൻ. പക്ഷെ അത്ര വലിയ താല്പര്യമില്ല കേട്ടോ അവർക്ക്. മറ്റേ ഓലപ്പുല്ലിൻ്റെ മാതിരിയൊന്നും നടക്കുന്നുണ്ടല്ലോ ആള്.